ഭാവി വധുവിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ. മോള് കമ്മിറ്റഡ് ആണോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം, അത് നിങ്ങൾ ചിരിക്കാതെ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മന്തി. ഇത് നമ്മളെ ഫജു ആണ് എൻ്റെ മടിയിലിരിക്കുന്നത്. നാമൊരു നാൾ ചേർന്നൊഴുകിയപ്പോൾ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു Q&A ആയിട്ടാണ്. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 200+ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ലൈക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല. മുത്തും ഞാനും ഇതും കമ്മിറ്റഡ് ആണ്. എനിക്കെന്തോ പറയാണ്ട് പറയേ. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. എന്നിട്ട് ബാക്കി നമുക്ക് എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക അത് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ഇത് കുറേ ആൾക്കാർ ചോദിച്ചത് എന്താണ്, ഞങ്ങൾ എത്ര മക്കളാണ്? കുറേ ആൾക്കാരെ വിചാരം ഇവൻ എൻ്റെ അനിയനാണെന്നൊക്കെയാണ് കുറേ ആൾക്കാരെ വിചാരം. ഇവർ സത്യം പറഞ്ഞാൽ ഇവർ എല്ലാവരും എൻ്റെ ഇത്താത്താൻ്റെ മക്കളാണ്. ഓക്കെ, കല്യാണം കഴിക്കാനുള്ള വിധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. എന്താ 26 വയസ്സ് എന്നിട്ട് അതും തമ്മിലെന്താ ബന്ധം? 24 വയസ്സായാലും കല്യാണം കഴിക്കണം ഇന്ത്യയുടെ നിയമം. ആരാ പറഞ്ഞു? അതേതാ നിയമം? ആ നിയമം ഞാൻ അറിയില്ല. അങ്ങനല്ല പൊട്ടാ, അങ്ങനല്ല. 18 വയസ്സായാല് കല്യാണം കഴിക്കാം പെൺകുട്ടിയേക്ക്, അതിന് താഴെയുള്ളവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതെന്താ നിയമല്ലേ പൊട്ടാ? അതൊന്നും ഇവിടെ പറയല്ലേ. എല്ലാവരും എൻ്റെ താത്താൻ്റെ മക്കളാണ്. ഞാൻ ഏറ്റവും ഫസ്റ്റ് നമ്മളെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ താത്താരെയും ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പെണ്ണുണ്ടെങ്കിൽ ഫാസിൽക്ക് നമ്മൾ കമന്റ് ചെയ്യുക. ഫാസിലിനെ കെട്ടിച്ചു വിടണം. തുവക്കാട് ജില്ല മലപ്പുറം. മൊബൈൽ നമ്പറും കൂടെ കൊടുത്താളെ, മൊബൈൽ നമ്പറും കൂടെ കൊടുത്താളെ. ഫോൺ നമ്പർ പറയൂ. ഇവര് മറ്റേ സ്ക്രീൻ സ്പേസ് കൊടുക്കണില്ലേ മറ്റാൾക്കാർക്കായിരിക്കും. എടാ ഒന്ന് സംസാരിക്കട്ടെ, നിക്ക്. അപ്പോൾ അങ്ങനെയാണ്, അതായത് ഞങ്ങൾ ശരിക്കും 5 മക്കളാണ്. ഓക്കെ, എൻ്റെ അമ്മക്ക് 5 മക്കളാണ്. ഞാനാണ് ഏറ്റവും ചെറുത്. എനിക്ക് നേരെ ഈ 2 താത്താരുണ്ട്, 2 കാക്കാരുണ്ട്. അതിൽ ഒരു താത്താൻ്റെ മക്കളാണ് ഈ സൈഡിലിരിക്കുന്നത്, എൻ്റെ ചെറിയ താത്താൻ്റെ മക്കളാണ് ഈ സൈഡിലിരിക്കുന്നത്, വലതുപക്ഷം. ഇവൻ ഈ ടീമിലുള്ളതാണ്. ഇവനിപ്പോൾ തൽക്കാലം ആ ടീമൊക്കെ എടുത്തതാണ്. അതിൽ നമ്മളെ നെച്ചുമോൾ ഇന്ന് എന്താ പറയുക, നമ്മൾ താത്താൻ്റെ മൂത്ത താത്താൻ്റെ വീട്ടിൽ വന്നാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ നെച്ചുമോൾ എടുത്തിട്ടില്ല. ഓക്കെ, അങ്ങോട്ട് വാ. ഓനവിടെ നിന്നാൽ നമ്മളൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആവും ചിലപ്പോൾ. ഓനോട്ട് എടുത്താ. പിന്നെ ഇപ്പാൻ്റെ കാര്യം ചോദിച്ചിരുന്നു. ഇപ്പം ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചതാണ്. ചിലവർക്കൊന്നും അറിയണ്ടാവില്ല, എനിക്ക് വേറൊരു ചാനലുണ്ട്, മെയിൻ ചാനൽ. ഞാൻ അതിന്മേലാണ് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അതിൽ ഞാൻ പാട്ടുകൾ മാത്രമാണ് ഇടൽ. ഫാസിൽ LJ എന്നാണ് ആ ചാനലിൻ്റെ പേര്. 2 Q&A വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരുവിധം ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മരിച്ച കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് അറിയുണ്ടാവും. പിന്നെ എൻ്റെ വീട് എന്ന് പറയണത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ തുവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ വീട്. പിന്നെ ഇവരെ വീട് വരുന്നത് കോട്ടക്കൽ ഏരിയയിലാണ്. ഇവരെ വീട് വരുന്നത് എന്താ പറയുക തിരൂർ ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് ഒക്കെ എല്ലാവരും ചോദിച്ചു. ബട്ട് 1 ക്വസ്റ്റ്യൻ, 50K സോങ് എന്നിടും? എപ്പോൾ 50K കഴിഞ്ഞെന്ന്. അതായത് 50K സോങ് ഇൻഷാ അല്ലാഹ് വേഗം തന്നെ വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ പെർഫ്യൂമിൻ്റെ പരിപാടിയൊക്കെ കൂടെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. പിന്നെ നോമ്പൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ അങ്ങനെ കുറേ സമയം പോയി. എന്താണേലും ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരും. ഞാൻ കുറേ കാലമായാലും ഇത് പറിച്ചു തുടങ്ങി. എനിക്കറിയാം, ആരും ഒന്നും വിചാരിക്കരുത്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും നമ്മൾ ഇൻഷാ അല്ലാഹ്. സിസ്റ്റേഴ്സിൻ്റെ മക്കൾ മാമനെ എന്തുകൊണ്ടാണ് നെയിം വിളിക്കുന്നത്?
എന്താണ് പേര് വിളിക്കുന്നത്? മുതു. അല്ല അങ്ങനല്ല, എന്തുകൊണ്ടാണ് പേര് വിളിക്കണതെന്ന്, എന്താ മാമാന്ന് വിളിക്കാത്തതെന്ന്. ഞാന് എന്താ പറയാ, നമ്മളങ്ങനെ ഒന്നും ഇതാക്കിയിട്ടില്ല, അങ്ങനെ വിളിക്കണം എന്നൊന്നും ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വിളിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മളെ വളർന്നു വരുന്ന രണ്ട് സാധനങ്ങളും നമ്മളെ ഓരോന്നും അങ്ങനെ തന്നെ വിളിക്കല്, മുത്തോ തന്നെ വിളിക്കല്. ഇപ്പൊ മാമ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ വിളിച്ചില്ലാച്ചൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ എന്തോ വിളിച്ചെന്ന് തോന്നുന്നുണ്ട്, അറിയാണ്ട് വിളിച്ചെന്ന് തോന്നുന്നു. മുത്തുമാമ എന്തോ 1-2 വട്ടം അങ്ങനെ വിളിച്ചെന്തോ ഒരു ഓർമ്മ ഉണ്ട്. ചെറുപ്പത്തിൽ എന്തോ. പിന്നെ അത് വലിയ സീനുള്ള കാര്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ബേബീസിന്റെ റിയൽ നെയിം എന്താ, എത്ര സിബ്ലിങ്സ് ഉണ്ട്, എത്രയിലാ പഠിക്കുന്നത് പിള്ളേര്, എത്രയിലാണ് പഠിക്കണെന്ന് പറഞ്ഞു? ഞാന് മദ്രസില് 5-ല്, സ്കൂളില് 4-ല്. ഇനി പജുവിൻ്റെത്? ഞാൻ ഇപ്പോൾ +2 കംപ്ലീറ്റ് ചെയ്ത്. മദ്രസ ഞാൻ മദ്രസയില് 4-ല്, സ്കൂളില് 3-ല്. ഞാനിപ്പോ 10th-ല്. ചേട്ടന് ഫ്രണ്ട്സ് ഇല്ലേ? എപ്പോഴും വീഡിയോസിൽ കസിൻസ് മാത്രമേ ഉള്ളൂ. അത് സംഭവം വെച്ചാൽ എനിക്ക് നാട്ടിൽ അങ്ങനെ ഭയങ്കര ഫ്രണ്ട് സർക്കിളുള്ള ആളല്ല ഞാൻ. എനിക്ക് എന്താ പറയുക, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. നാട്ടിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരൊന്നും ഇപ്പോൾ നാട്ടിലില്ല. നാട്ടിലും ഒരുപാട് ഫ്രണ്ട്സൊന്നും ഇല്ല, പക്ഷെ വളരെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളൊന്നും ഇപ്പോൾ നാട്ടിലില്ല, അവരൊക്കെ പുറത്താണ്. നാട്ടിലല്ലാണ്ട് പുറത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, ഞാൻ വീഡിയോസിൽ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. ഇഫ് ഗോഡ് അപ്പിയേഴ്സ് ബിഫോർ യു ടു ഓഫർ യു 2 boons, വാട്ട് ബോൺസ് വുഡ് യു ആസ്ക്? പടച്ചോനെ നിങ്ങളുടെ അടുത്ത് മുന്നേക്ക് ഇറങ്ങി വന്നിട്ട് പറയാണ്, എന്താ അറിയോ, രണ്ട് അവസരം തരാം, 2 വരങ്ങൾ ചോദിക്കാൻ. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള 2 ഓപ്ഷൻസ് തരാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും ചോദിക്കാം? മൈക്ക് പിടിക്ക്, മൈക്ക് തോന്നുന്നു. ആഗ്രഹം പറയേണ്ടത്, ആഗ്രഹം എന്ന് വെച്ചാല് എന്റെ ഒരു ഏറ്റവും വലിയ 2 ഡ്രീമോ ഒരേതാണ്. 2 പറഞ്ഞോ, ഓഫറാണ്. ഒന്നിക്ക് യൂട്യൂബ് ചാനലിന് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് കൂടാണ്ട് അതിൽ പൈസ കിട്ടൂല, ആ സന്തോഷമൊക്കെ നല്ല. അതിന്റെ ചാനലിൽ വേറെ ഇതുണ്ട്, ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിക്കണ്, പക്ഷെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് ചാനൽ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫാദി, ഹലോ ഫാദി, കാണാത്തവരുണ്ടെങ്കിൽ ഹലോ ഫാദി എന്ന് പറഞ്ഞ ചാനലിൽ കുറേ കിടിലൻ വീഡിയോസ് ഉണ്ട്. ലിങ്ക് ഒക്കെ ഉണ്ടാവും. ലിങ്കൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നത്തെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഒരു ജോലി വലുതാകുമ്പോഴ. എന്താ ജോലി? കമ്പനി. എന്ത് കമ്പനി? ഒരു കാർ കമ്പനി. അടുത്ത വരം തരുമോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. എന്നാലും വെറുതെ ഇപ്പൊ ഒരു പ്രത്യക്ഷപ്പെട്ടിട്ട് 2 സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് നാണിക്കണ്. എന്താണ് ഒരു പെണ്ണിനെ കെട്ടണം, അത് എന്റെ ആഗ്രഹത്തിൽ എനിക്ക് പറഞ്ഞോളാം. അപ്പൊ ഡീസന്റ് ആയിട്ട് അഭിനയിച്ചു. ഇനി പറയും. എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, കുറെ ഇങ്ങനെ പലയിടത്തും പോണം, അങ്ങനെ കൊറേ പൈസ തരാൻ പറയും. അല്ല ഒന്ന് ഇപ്പൊ സമാധാനത്തിന് ഇതിനിപ്പോ ഉള്ളിലിപ്പോ ഇത് വേറെ വല്ല പ്രശ്നമൊന്നുമില്ല. നന്നായിരുന്നു ട്രാവൽ ചെയ്യണമെന്നുണ്ട്, ലോകം ചുറ്റി കാണണമെന്ന്, പോണം, അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു സാധനം ചോദിക്കും. പിന്നെ ഒന്നും കൂടെ ഒരു ഓഫറും കൂടെ ഉണ്ട്. അനിയന് കുറച്ച് പൈസ. അനിയന്റെ ചാൻസ് കഴിഞ്ഞില്ല, അനിയന്റെ പൈസ ചോദിക്കാൻ. അനിയൻ ബിസിനസ് തുടങ്ങിയിട്ട് പൈസക്കാരനാവുമല്ലോ അല്ലേ? ഞാൻ ചോദിക്കടാ, അങ്ങനെ ഒരു ഇതില്ല എനിക്ക്. ഞാൻ പറയും അനിയനെ പെണ്ണിട്ട് ഓനക്ക് എന്താ കാര്യം? പറടാ, ചോദിക്കടാ. വേറെ വരൊന്നുമില്ല, പ്രത്യേകിച്ച് സെറ്റിൽ ആവണം, ട്രാവൽ ചെയ്യണം, സെറ്റിൽ ആവണം. വലിയ ആഗ്രഹങ്ങളില്ലാത്ത ചെറിയ ആഗ്രഹങ്ങളുള്ള മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ. ഞാൻ ലാസ്റ്റ് പറഞ്ഞോളാം, ഞാൻ ആങ്കറാണ്. എനിക്കൊരു ഫുട്ബോൾ കളിക്കാരനാണ്. പിന്നെ ഫുട്ബോൾ കളിക്കാരൻ. അപ്പൊ എന്ത് കളിക്കാരൻ? ഫിഫ വേൾഡ് കപ്പിന് കളിച്ചിരുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോ ഈ മൃഗങ്ങൾ കാറിന്റെ ഈ ഷോറൂം തുടങ്ങാനുള്ള പ്ലാൻ.
ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പാണ്. അത് സക്സസ് ആയി. അത് പിന്നെ ഓൾറെഡി പൈസക്കാരനായി. ഞാൻ ഷെയർ ഫിഫ കഴിഞ്ഞ് ഇനി അടുത്ത എന്താ? ഇനി അടുത്ത മൃഗങ്ങളെ സംസാരിക്കറിയണം. മൃഗങ്ങളെ സംസാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ എന്താ സംസാരിക്കണെന്നില്ലേ? മോനെ എനിക്ക് 3 ആഗ്രഹമാണെന്ന് അറിയുന്നില്ല ചി. കിട്ടിയാ ഒന്ന് ബിസിനസ്സില്ലേ? എനിക്ക് പറഞ്ഞില്ല ഞാന്. എന്റെ ആഗ്രഹം ലോകം മുഴുവൻ ചുറ്റി കാണണം. ഞങ്ങള് രണ്ടാളും കൂടെ ഒരുമിച്ചുള്ള പൈസ അല്ല, അതൊക്കെ ചെറുപ്പം മുതലല്ല. ലോകം മുഴുവൻ ചുറ്റി കാണണം. പിന്നെ ഒരു സക്സസ്ഫുൾ ബില്യണർ ആവണം നല്ല ആഗ്രഹം. സക്സസ്ഫുൾ ബില്യണർ. ഓക്കെ ഓക്കെ. അതായത് എന്താ എടി ബില്യണർ എന്ന് പറഞ്ഞാൽ തന്നെ സക്സസ്ഫുൾ അല്ലേ? സക്സസ്ഫുൾ ബില്യണർ എന്നല്ല. അതായത് നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെന്തെങ്കിലും പ്രൈസ് ടാഗ് നോക്കാതെ സാധനം മേടിക്കണം. മറ്റേ ലുക്മാൻ ഇന്റർവ്യൂ ഉണ്ടിരുന്നില്ലേ? അല്ല സത്യം എനിക്ക് ഭയങ്കര ഓരോ ഉംറ കൊണ്ടോണം. അങ്ങനെ ഒരു നമുക്ക് ചെറുപ്പം മുതൽ ഓരെല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ. ഓർക്ക് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിന്റെ പൈസ നോക്കാതെ ഉംറക്ക് കൊണ്ടുപോകാൻ പറ്റണല്ലേ? കവി ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. അതായത് ഓരെന്താണോ ചോദിക്കണത് അതാണ് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ആ ഒരു ലെവലാണ്. പിന്നെ കാറ് അതൊക്കെ എന്റെ ഡ്രീം പെട്ടതാണ്. ഇവര് പറഞ്ഞതൊക്കെ ഏകദേശം. പക്ഷെ മെയിൻ ലോകം മുഴുവൻ ചുറ്റി കാണണം. അതൊരു വേറെ വൈബാണ്. ട്രിപ്പ് ട്രാവല് കഴിഞ്ഞാ 2 ആയില്ലേ? ഇനിണ്ടാ 2 ഉള്ളൂ. ഇനി വേണ്ട. ഇവർക്ക് നമ്മള് പിന്നെ അറിയാതെ കൊടുത്തു പോയതാണ് ചാൻസ്. എനിക്കിപ്പോ ഉള്ള ചാൻസ് ഇതിപ്പോ കൊടുത്താ ഇതൊക്കെ തന്നെ അൺലിമിറ്റഡ് മരിക്കാതിരിക്കാൻ അല്ലേ? മരിക്കണ കൊല്ലട്ടെ. അത് ശരി. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ രസമായിരിക്കില്ലേ? അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. എന്താ അറിയോ? ഒരു പ്രായം നമ്മള് സെലക്ട് ചെയ്തിട്ട് ആ പ്രായത്തിൽ തന്നെ ഫുൾ ടൈം നിക്കാൻ പറ്റണം. ജീവിതം മടുക്കും. ഇല്ല, അതിനെ അടുത്ത വരത്തിൽ ഞാൻ സെറ്റ് ആയിക്കോളാം. മടുക്കാത്തൊരു ജീവിതം തരാൻ പറയും. അപ്പൊ ശരിയായില്ലേ? ടാരി ആയില്ലേ? അതാണ് എന്റെ ഞാൻ ബില്യണർ ഫുൾ സക്സസ്ഫുൾ അംബാനി ഫാമിലി, അംബാനി വൈബ് തുറന്ന. ഡ്യൂറിങ് സ്കൂൾ ഡേയ്സ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട് ഫാസിൽ ബ്രോ? ഞാൻ കണക്കിലും എടുക്കാനായിരുന്നു. അങ്ങനെ എടുത്തു പോരാനിപ്പോ എന്താ ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ എനിക്ക് മലയാളമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെ ഈ എഴുത്തും ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് മലയാളമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലാണ്ട് മറ്റേ സബ്ജക്റ്റിലൊക്കെ എന്താ ഇപ്പോൾ പറയുക, അതിലൊന്നും സത്യം പറഞ്ഞ ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. ഉള്ളത് അറിയാമല്ലോ. നിങ്ങളതൊക്കെ എന്തായിരുന്നു? എനിക്ക് 2 സബ്ജക്റ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇംഗ്ലീഷിൽ ഓരോരോ കഥകള് ഭയങ്കര രസമാണ്. പിന്നെ എനിക്ക് എന്താണ് കണക്കിനോടും ഭയങ്കര ഇഷ്ടമാണ്. മാത്സും. കണക്കിലൊരു ചോദ്യം ചോദിക്കട്ടെ? കൂട്ടാൻ തന്നാ കൂട്ടാൻ പറ്റുമോ? 8+8 16. മോനെ ഞാൻ പറയാം. 1 1 2 2 2 4 4 4 8 8 8 16 16 16 32 32 32 64 64 64 128 128 156. മറ്റേത് ഈശ്വര മൂർഖനെയാണല്ലോ ചോട്ടിയത്. ആദ്യം പറഞ്ഞത് അപ്പൊ കറക്റ്റ് ആണോ? മാത്സില് തെക്കൻ പുലിയാണ്. പുലി ആവട്ടെ. സിംഹം അലർജിക്ക്. എനിക്ക് ഫേവറേറ്റ് സബ്ജക്ട് സയൻസ് ആയിരുന്നു എന്നൊക്കെ. അല്ല, സയൻസ് എനിക്ക് ബയോളജി ഇഷ്ടം. അങ്ങനല്ല, ഞാൻ മെയിനായിട്ട് ആ ഒരു ഇതിൽ എന്താ ഒരു താല്പര്യം. അല്ല അങ്ങനെയൊന്നും മനസ്സിലായി. മലയാളം ഇഷ്ടം. എനിക്ക് നല്ല മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക് എന്താണ് താങ്കളുടെ? ടോപ്പിക് അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കവിതയാണോ കഥയാണോ? കഥ.
കഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയിൽ ഇപ്പോ അടുത്ത് പഠിച്ചതിൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ്? ലക്കി ഭാസ്കറിന്റെ കഥ. ലക്കി ഭാസ്കറോ? അത് സിനിമ അല്ലേ? സിനിമയാണോ ഉദ്ദേശിച്ചത്? മലയാള പടം ഇഷ്ടമാണെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനല്ല, പഠിക്കണത് ക്ലാസ്സിൽ പഠിക്കണേ. ഞാൻ വിചാരിച്ചു മറ്റേ മലയാള ബുക്കിലൂടെ ലക്കി ഭാസ്കർ എന്നൊക്കെ. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ പോയി ചോദിച്ചപ്പോ ഞങ്ങൾ ഉണ്ടാക്കി കഥ ഇതാറാണ്. ബുക്കില് കഥകളൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ മറ്റേ ഇതാണല്ലോ, ബ്ലാങ്ക് പേജ് കൊടുത്താണ്, അതിൽ കഥ വരുന്ന രീതിയിൽ വരുന്ന പഠിക്കണമല്ലോ. വീരവാഹുവിന്റെ ഒന്ന് ഞാൻ കേട്ടു. ആമയും മുലയും ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഇഷ്ടമുള്ള മാത്സ്. മാത്സോ? മാത്സ് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ മാത്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കണോ? അത് വേണ്ട. എന്നാ അടുത്ത ആള് മോളു. അടുത്ത ആള് വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്? പറയൂ. താ വെച്ചിട്ടുള്ള സബ്ജക്ട് അതേതാ? ബയോളജി. പറയൂ. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സബ്ജക്റ്റ് അറിയുമ്പോ ടീച്ചർ കൂടെയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് സെറ്റാണ്. പക്ഷെ എനിക്ക് സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഫിസിക്സും ബയോളജിയും കെമിസ്ട്രി ഒക്കെ ഇതുവരെ ഇഷ്ടമാട്ടോ. ഞാൻ അങ്ങോട്ട് എന്താ അവസ്ഥ അറിയില്ല. എന്നാ കുറച്ച് കെമിക്കൽ നെയിംസ് ചോദിക്കട്ടെ. എന്റെ ബി.ഫാം ടോപ്പിക്സ് കുറച്ച് ഓർമ്മ ഉണ്ടെങ്കിലല്ലേ. താത്തമാര് രണ്ടാളും വൈബാണോ? താത്താര് മാഷാ അല്ലാ അടിപൊളിയാണ് കേട്ടോ. അതായത് ഇതിനൊക്കെ എല്ലാത്തിനും നല്ല നല്ല സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, ഇതിന്റെ എല്ലാത്തിന്റെ കാര്യത്തിലായാലും അടിപൊളിയാണ്. പിന്നെ ഫജു ആൻഡ് മോളു സെയിം ഏജ് ആണോ? അല്ല. എടാ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 4 മൈക്കോടെ 4 3 4 വയസ്സിന് കറക്റ്റ് പറയും. അനക്ക് എത്ര വയസ്സാ? 15. 3 വയസ്സിന്. 3 വയസ്സ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. അത് നിങ്ങൾ ചിരിക്കാതെ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മന്തി. ഞാൻ ഇപ്പോൾ എന്നോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഞാൻ ചിരിച്ചിട്ട് ചോദിച്ചാൽ ചിരിക്കാതെ ആൻസർ പറയണം. അതിൻ്റെ അവിടെ നോക്കിയിട്ട് നോർമലായിട്ട് നമ്മളിങ്ങനെ ചിരിക്കാണ്ട് നോർമലായിട്ട് ആൻസർ പറയില്ലേ, അങ്ങനെ പറയണം. ആ മൈക്കോടെ ഓക്കെ അല്ലേ? ചിരിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. ചിരിക്കാത്തോന്റെ മന്തി കൊടുക്കുമ്പോ അവന്റെ മുന്നിൽ വെച്ചിട്ട് ചിരിക്കാത്തോ മന്തി കഴിക്കുമ്പോ അവന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, മന്തി ഇല്ലാണ്ട്. നാടോക്ക് നാട് നോക്ക്. ഞാൻ ചോദിക്കാം. ഇവനോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഓക്കെ അല്ലേ? ആണ് നോക്കിന്നോ? ഞാൻ നോക്കി ആണ് നോക്കിക്ക്. കയ്യൊന്നും പിടിക്കരുത് അവിടെ. അതൊന്നുമല്ല. ആണ് നോക്കിക്ക്. വധു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വധു എന്ന് പറഞ്ഞാല് ഭാര്യ ആണ്. നോക്ക്, ഇനി ചിരിക്കരുതിട്ടാ. വധു എന്ന് പറഞ്ഞ ഭാര്യയാണ്. അത് ഞാൻ പറയാം. ഭാവി വധുവിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ. ഉത്തരം പറയണം. ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ. എനിക്ക് എന്തൊക്കെയാ പെണ്ണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ചിരിച്ചിട്ടെങ്കിലും ഉത്തരം പറഞ്ഞു. ചാൻസ് ഒറ്റ ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം വരണ്ട് ഇതേപോലെ. നമുക്ക് നോക്കാം. ഇനി പറയാം, ഉത്തരം പറഞ്ഞോ. ഭാവിയിൽ ഇപ്പൊ ഒരു എന്താ പറയാ, കുറച്ച് പ്രായമായി, കല്യാണം കഴിക്കാനുള്ള വയസ്സായി. അപ്പോ കല്യാണം കഴിക്കാൻ പോകുമ്പോ എന്തൊക്കെയാന്ന് നോക്കുക. ഒരു പെൺകുട്ടിനെ ഇനി കെട്ടാൻ പോകുമ്പോ എന്തൊക്കെയാണ് എനിക്ക് എന്തൊക്കെയാ സങ്കല്പങ്ങൾ ഉണ്ടാവില്ല. എന്റെ ഭാര്യ അങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. കണ്ണ് നല്ലപോലെ കണ്ണുണ്ടാവണം. നല്ല രസമുള്ള കണ്ണ്, ഒരു ചുണ്ട്, അത്ര മതി. കണ്ണും ചുണ്ട് മാത്രം, മൂക്കൊന്നും വേണം. മൂക്ക് വേണം, 2 പിരികം വേണം, നല്ല മുടി വേണം, കുറച്ച് ഭംഗി വേണം. അത്രേ ഉള്ളൂ. അല്ലേ?
ഇനി എന്നോട് കുറച്ചധികം കുറച്ചധികോ അധികം വെളുത്തിട്ട് പാറണം അധികം അത് മോളുവിനെ പോലെ അതുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ സ്വഭാവം എങ്ങനെയാലും കുഴപ്പമില്ല ആ സ്വഭാവം നല്ലതാണോ അതാണ് അപ്പൊ സ്വഭാവമാണ് ശരിയാവേണ്ടത് എടാ ഇവന്റെ സ്വഭാവത്തിൽ എന്തായി പോണെന്നുണ്ടെങ്കിൽ ആ ഞാമി ഞാമി എന്റെ കഴിഞ്ഞാ വേറെ സങ്കല്പം എന്നാലും പരി ഭാവി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ചിരിക്കാതെ ആൻസർ പറയണം കേട്ടോ ഞാൻ ഇനി പറ്റൂല റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കരുത് റെഡി 1 2 3 സ്റ്റാർട്ട് ചിരിച്ച് ആ ഓക്കെ പറഞ്ഞോ ഭാവി വധു നല്ല രീതിയിലാവണോ എന്ത് നല്ല രീതിയിൽ നല്ല സ്വഭാവം ചിരിച്ച് അമ്മി ചിരിച്ച് ഇനി പറഞ്ഞോ ഉത്തരം പറഞ്ഞോ ഇനി എങ്ങനെയാ ഉത്തരം പറഞ്ഞോ വെളുത്തിട്ട് പറഞ്ഞോ എന്നിട്ട് പിന്നെപ്പോ എന്താ എടാ ഞങ്ങൾക്ക് സ്വഭാവം വേണ്ടേ നല്ല സ്വഭാവം ആണോ മറ്റേ നല്ല ഹൈറ്റും വേണം ഹൈറ്റും വേണം അല്ല ഒരു മതാമനെ കിട്ടിയാലെന്നാല് നിക്ക് ഒരു വരാമിന് വേണ്ട ആദ്യ ബിസ്തനെ ഇജ്ജെല്ലാറിന് വെളുത്തിട്ട് പറഞ്ഞെന്ന് പിന്നെന്താ എടാ വെളുത്തിട്ട് വേണ്ട നല്ലൊരു സ്വഭാവ സൽസ്വഭാവം ഈമാനുള്ളൊരു പെണ്ണിന് വെളുത്തിട്ട് പറയില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ നല്ല സ്വഭാവമായാ മതി മാഷാ പിന്നെ ഫുഡ് ഉണ്ടാക്കാറുണ്ടേ പിന്നെ ഫുഡ് ഞാൻ പെണ്ണുങ്ങൾ അന്നെ പോകുമ്പോയിരിക്കും പെണ്ണുങ്ങളായിരിക്കും പിന്നെ ഭാവി മറ്റേ ബാച്ചിലർ ഇതാ അതുകൊണ്ടല്ലോ മറ്റേ പാട്ട് ഇല്ല ഇത് ആണുങ്ങൾ കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ പോവാ പറഞ്ഞോണ്ടേ ഞാൻ പറയാം റെഡി വാണ്ട് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പാട്ടാടാൻ പോവല്ലേ റെഡി ഇവന്റെ സീരിയസ് ആയി പറ്റാത്ത റെഡി ഇജെന്താ മറ്റേ നീന്താൻ പോവാ ദോഷം പിടിച്ചിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട് മുണ്ടല്ല ഓൻ പറയട്ടെ പറയൂ ഇജെന്താ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നിക്ക് പറയട്ടെ മുണ്ടല്ല പറയും മുണ്ടല്ല പറയൂ തന്നെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ലേ ആൻസർ പറഞ്ഞോ അതൊന്നും ഇരിക്കൂല ഡാർക്ക് ലിപ്സ് കഴിഞ്ഞ് ഉത്തരം പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല ഒന്ന് ഒരേ മൈൻഡുള്ള ആളെ കിട്ടണം എന്നുവെച്ചാ ഐ മീൻ സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇതില് ഒത്തുപോകാൻ പറ്റണം ഒത്തു പോകണ എനിക്ക് കിട്ടണം അതേ അടി കിട്ടും അതെ അടി കിട്ടും ഭാര്യക്ക് എന്താ അങ്ങനല്ലേ അതിന് എന്റെ സ്വഭാവമല്ലല്ലോ ഇവനെ പോലത്തെ ഒരാളെ കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കണത് ഇതൊക്കെ വലിപ്പുണ്ടാവില്ലേ ലുട്ടാപ്പി ഇവനാണെങ്കിൽ ആകാശത്തിലാണ് ഇവനെ പോലത്തെ ഒരാളൊന്നും ആവരുത് ഭാവി വരനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഫാത്തിമ നൈഫ ഇതാ അവിടെ ചിരിക്കാതെ പറയാൻ പോകുന്നു പറയ് നല്ല പാട്ടുകാരി എന്റെ സങ്കല്പങ്ങള് പ്രത്യേകിച്ച് സങ്കല്പമൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ നിക്ക് ഇല്ല 5 വക്ത് നിസ്കരിക്കണം മാഷാ അല്ലാ ഞാൻ ചെയ്യണം എന്താടാ ആയിക്കോട്ടെ 5 വക്ത് നിസ്കരിക്കണം പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലായിട്ടില്ല ആ പുഴയോളം അതിന്റെ ഫസ്റ്റ് നടക്കല് പീക്കൂലേ അത് പോയി നീ പറയ് നീ ധൈര്യമായിട്ട് പറഞ്ഞു വന്നില്ലല്ലോ ഇല്ല നോ മന്തി ആർക്കില്ല നിസ്കാരം മെയിൻ പറയണെന്താ നല്ല സ്വഭാവമാണ് മൈക്ക് സ്വഭാവം മെയിൻ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് അതില്ലാതെ മുന്നോട്ട് പോകില്ലല്ലോ സൈക്കിളാ സ്റ്റാൻഡ് അത് മതിയില്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പൊക്കെ കൊണ്ടുപോകണം ആ ഇന്റെ അതേ വൈബാവണം ഈ സെയിം വൈബായി കഴിഞ്ഞാൽ നല്ല രസാവൂലേ അറിയില്ല കേട്ടോ
വിട്ട് തല്ലും. ഇൻഷാ അല്ലാ. എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം ഞാൻ പറഞ്ഞതാ, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഇണകളെ പടച്ചോൻ കൊടുത്ത് എല്ലാവരുടെ വിജയവും എല്ലാവരുടെ ജീവിതവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി ഞാൻ ചിരിക്കാതെ പറഞ്ഞാൽ ഞാൻ എന്താ തരിക? എന്താ വൈ ഞാൻ ചിരിക്കാതെ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ ഗേൾഫ്രണ്ടിന്റെ പേര് പറയേണ്ടി വരും. ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ. അത് അടുത്ത ചോദ്യം. അത് വരും ഫ്യൂച്ചർ അല്ല എന്റെ സങ്കല്പങ്ങളും അതൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റണം. നല്ല രീതിയിൽ ഞാൻ ചിരിച്ചിട്ടില്ല എനിക്ക് നല്ല രീതിയിൽ എടാ അത് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കണേ കേൾക്കൂല കേട്ടോ. നല്ല രീതിയിൽ പോകാൻ പറ്റണം. അതന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റണം. എല്ലാരെയും നല്ല കുടുംബത്തിൽ നല്ല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പോകണം. അത്ര തന്നെ. ഫജു 12th കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പ്ലാൻ? +2 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനാണ് പ്ലാൻ. സോ സിമ്പിൾ, സ്ട്രേറ്റ് മനുഷ്യൻ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ പ്രൊഫഷണൽ കോഴ്സ് നോക്കുന്നുണ്ട്. CA CMA അങ്ങനത്തെ നോക്കുന്നുണ്ട്. CA ഇല്ല, CMA ആണ് നോക്കണത്. CMA ആണ് ഇപ്പൊ മൈൻഡിലുള്ളത്. ഇനിയിപ്പോ എങ്ങനെ കേറി നോക്കണം. അപ്പൊ ഇതുകൂടെ മനസ്സിലാവുക. ആള് കോഴ്സ് അഡ്മിഷൻ എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ അതാണ് ഇപ്പൊ മൈൻഡിലുള്ളത്. ഇൻഷാ അല്ലാ. അടുത്ത ചോദ്യം ഞാൻ തന്നെ പറയാം. ഫാസിലിന്റെ ഗേൾഫ്രണ്ടിന് കല്യാണം എപ്പോഴാണ്? എന്റെ കല്യാണം എപ്പോഴാണ്? ഫാസിലിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അറിയാം. കല്യാണം എപ്പോഴാണ്? കല്യാണത്തിനെ കുറിച്ചിട്ട് എന്താ പറയാ പറയുകയാണെങ്കിൽ ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞിട്ടാവും ഇൻഷാ അല്ലാ. ഇപ്പൊ 26, ഇൻഷാ അല്ലാ ഒരു 28-ലൊക്കെ കെട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. ഇന്ത്യ മോളൂന്റെ കല്യാണമൊക്കെ പൊപ്പായിരിക്കൂലേ? ഇൻഷാ അല്ലാ ഒരു 2-3 വർഷത്തിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാ. ഹോം ടൂർ അതാ വയറ് തടയോ? ഹോം ടൂർ പറഞ്ഞപ്പോ അമ്മിങ്ങനെ ആ ടൂർ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഹോം ടൂർ വീട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോ ഹോം ടൂർ ഇൻഷാ അല്ലാ ഫ്യൂച്ചറിൽ ചെയ്യുമായിരിക്കും. എന്താപ്പോ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. വീടപ്പോ നമുക്ക് നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണണല്ലേ. എന്തെങ്കിലും ഇൻഷാ അല്ലാ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ബ്രദേഴ്സിനെ പറ്റി പറയോ? ബ്രദേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, 2 കല്യാണം കഴിഞ്ഞു. 2 ചെറിയ ഏട്ടനക്ക് 1 കുട്ടി, മൂത്തേട്ടനക്ക് 2 കുട്ടികൾ. മൂത്തേട്ടൻ്റെ കുട്ടികളെ ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ. ചെറിയ ഏട്ടൻ ഇവിടെ നാട്ടിലില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അവിടെ ഫാമിലി അവിടെയാണ്, ദുബായിൽ സെറ്റിൽഡാണ്. അപ്പോൾ അവർ ഇൻഷാ അല്ലാ നാട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴോ ഒക്കെ ആയിട്ട് കാണിച്ചു തരണ്ട്. ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് വന്ന കമൻറ്റിൽ എനിക്ക് കുറച്ച് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായൊരു സംഭവമാണ്. ഹേയ് ഇതൊരു Q&Aയിൽ പറയേണ്ട കാര്യം. അല്ലോ കൊണ്ടുപോയി. ഹേയ് ഇതൊരു Q&Aയിൽ പറയേണ്ട കാര്യം അല്ല, എന്നാലും ഞാനങ്ങ് പറയുക. ഫാസിലിൻ്റെ പാട്ട് ഞാൻ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. ബട്ട് നിങ്ങൾ വ്ളോഗ് ചാനൽ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത്. അങ്ങനെ വീഡിയോസ് എല്ലാം കണ്ട് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. എൻ്റെ സിസ്റ്റേഴ്സും ഉമ്മയും എല്ലാം എൻ്റെ കൂടെ ഇരുന്ന് കാണും. ചിരിക്കണേന് ഒരു അറ്റമില്ലാണ്ടായി ഇവനെ. പാട്ട് നിർത്തിയാലും ഈ വ്ളോഗ് നിർത്താൻ പാടില്ല കേട്ടോ. ഇറ്റ് ക്യാൻ ഗിവ് മീ സംതിങ്. താങ്ക് യു ഫോർ റീഡിങ്. ഇറ്റ് ക്യാൻ ഗിവ് മീ സംതിങ്. പൊട്ടന്മാരാണല്ലോ ഒന്ന് പെട്ടത്. ഇറ്റ് ക്യാൻ ഗിവ് മീ സംതിങ്. അത് എനിക്ക് കുറച്ച് സംഭവങ്ങൾ സന്തോഷം പ്രത്യേക സംഭവങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ.
അത് വായിക്കാം നമുക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വായിച്ചു എന്നുള്ളൂ കേട്ടോ. എല്ലാവരുടെയും വയസ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എന്ന് വെച്ചാല് ഇല്ല ഇത് വയസ്സ് പറഞ്ഞാൽ മതി. ഈ സ്റ്റാറ്റസ് ഒക്കെ എത്തിയിട്ടില്ല. പറ ഇല്ല എത്രയിലാ പഠിക്കണെന്ന് അത് നേരത്തെ പറഞ്ഞില്ലേ? നീ ഇത് പറഞ്ഞു വയസ്സ് 10. രണ്ടാളും ഒരു മാസത്തിന് വ്യത്യാസമുള്ളൂ. ഒരു മാസം 10 ദിവസം. ആ 1 മാസം 10 ദിവസം വ്യത്യാസമുള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ ഇവരതൊക്കെ ഇവർ പറഞ്ഞു. ഞാൻ എന്താ അറിയാലോ, ഞാൻ ബിഫാം ഡ്രോപ്പ് ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷം ഞാൻ എന്താ പറയുക, നമ്മളെ സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തിരുന്നു. അത് കംപ്ലീറ്റ് ആക്കി. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. നമ്മളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളെ പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേറെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അല്ലടാ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ സ്വയം വർക്ക് ചെയ്യാം, നമ്മളെ സ്വന്തം സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യണോണ്ട് ഞാൻ ഇപ്പോൾ വേറെ എവിടെയും ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഫാദി, അമി, ഉപ്പ, ഉമ്മ അവരുടെ ജോബ് എന്താണ്? ഫാദി, അമി രണ്ടാളി ഉപ്പാൻ്റെ ഉമ്മാനൊക്കെ ജോബ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. സമയമില്ല. ഇമ്മാന്റെ ജോലി എന്തോ ഹോം ബിസിനസ്. ഇപ്പാന്റെ ജോലി ബിസിനസ് ഫുൾ ബിസിനസ് ഫാമിലി, ഷെയർ മാർക്കറ്റ് ഫാമിലി ഒക്കെ ഉണ്ട്. അതിന്റെ അമ്മക്കും ഉണ്ട്. അതിന്റെ മാറിന വീട്ടിലിക്കണേ പണിയില്ല, ഇപ്പൊ പഠിക്കണ്ടേ. എന്റെ അമ്മ ഇപ്പൊ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ താത്താന്റെ കല്യാണം എന്താ പറയാ +1 പഠിക്കുമ്പോ അന്നൊന്നും മറ്റേ ഏജിന്റെ ഇതൊന്നുമില്ല. അപ്പൊ അന്ന് നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഡിഗ്രിയും സംഭവങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഡിഗ്രി ഏതായിരുന്നടി? BA സോഷ്യോളജി ഫൈനൽ ഇയർ ആണ് താത്ത ചെയ്തോണ്ട്. ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താത്ത ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് എന്തെങ്കിലും ജോബിന് കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഗ്രാഫിക് ഡിസൈനർ ആണ്, ഇപ്പോൾ ഖത്തറിൽ ഗ്രാഫിക് ഡിസൈനറാണ്. ഫാസിൽ ഖാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെ? വ്ളോഗ് ആൻഡ് സോങ്സ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറയാ? അല്ല അങ്ങനല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. താത്താരായാലും കാക്കയും ഉമ്മയും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഉമ്മാൻ്റെ വേറെ കോമഡി ഉണ്ട്. ഉമ്മ ഇപ്പോൾ വ്ളോഗൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഉമ്മ അങ്ങനെ വന്നിട്ട് ഇജ്ജ് വീഡിയോ എടുക്കണ്ട അങ്ങനെ വന്ന് ചോദിക്കും. വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ അങ്ങനെയൊക്കെ വന്ന് പറയും. പക്ഷെ ഉമ്മ നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും. കാരണം ഉമ്മാക്ക് മറ്റേ ക്യാമറ ഫിയർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയാ, ഉമ്മാനെ ഒരു ദിവസം ഞാൻ ഒളി ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉമ്മ നല്ല എന്താ പറയാ നല്ല കോമഡി പറഞ്ഞ ആളാണ്. പക്ഷെ ഉമ്മ ക്യാമറ ഉണ്ടാല് പെട്ടെന്ന് സ്റ്റാൻഡേർഡ് ആയി പോകും. അതുകൊണ്ടാണ് ഒന്നും പുറത്തേക്ക് വരാത്തത്. മോള് കമ്മിറ്റഡ് ആണോ? നമുക്ക് ഏറ്റവും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്മിറ്റഡ് ആണോ എന്നുള്ളതാണ്. ശരിയാണ്. ഈ ഒരു പ്രായത്തിന് കമ്മിറ്റഡിന്റെ ആവശ്യമില്ല. കാരണം ഇതൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട മൊമെന്റ്സ് ആണ്. ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓരൊക്കെ ആയിട്ട് നല്ല വൈബായി നടക്കേണ്ട പ്രായത്തില് അങ്ങനെ ഒരു കാര്യത്തിന്റെ ആവശ്യമുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ എന്റെ ഒപ്പീനിയൻ പറയണേ, അതിന്റെ ആവശ്യമില്ല. അതാണ് നമ്മളെ മോളുന്റെ അഭിപ്രായം. പറയൂ. ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്നാമത് ചിന്തിച്ചിട്ടില്ല. കാരണം വേറെ തന്നെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇതുവരെയായിട്ടൊന്നും ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതുകൊണ്ട് അവരാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഓക്കെ, കഥ ഒഫീഷ്യലി നമ്മൾ പറയുമ്പോൾ ഒഫീഷ്യലി അത് തീരുമാനമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഞാൻ അതിനെപ്പറ്റി പറയും. എന്താ പറയുക, മേക്ക് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനന്റ് സക്സസ്ഫുൾ അങ്ങനെ എന്തോ പറയും. അതാണ് ഇനി പറയാൻ വയ്യ, സോറി. അപ്പോൾ അതാണ് ഞാൻ എന്താ പറയുക, 2 സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലതും നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവരോടും പറയുന്നതായിരിക്കും. നിങ്ങൾ 3 ആളും കൂടെ ഒരു പാട്ട് പാട്. എല്ലാവർക്കും അറിയണ പാട്ട് ഇതാ. നമ്മളെ നീയാന്നിലാവ് പറയോ? എന്റെ അരണ പോലെ പാടൂലേ? ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങാം. ഞാൻ നീയാന്നിലാവിന്റെ അടുത്ത് പാടിയത് അതറിയില്ലേ? കുറച്ചൊക്കെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് വേറെ എന്തോ പറയല്ല. കാറ്റിൽ അലിഞ്ഞു നിൻ ഗന്ധം, കണ്ണിൽ
നോക്കി ഞാൻ നിന്നെ നീയൻ നെഞ്ചിനാഴമാഹോ നിന്നെയും കാത്തു ഞാൻ നിന്നേ നീ വരുമോ ഈ വഴിയിൽ You're the one in my life നീ എൻ കണ്ണിൽ കുളിരായി തഴുകും You're still in my heart നാം അന്നൊരു നാൾ ചേർന്നൊഴുകിയപ്പോൾ പോരുന്നോ മലേ നീയാം നിലാവും ഞാനാം കടലും നിന്നിൽ നിഴലാകാൻ നിന്നോടലിയാൻ അരികിലായി വന്നു ചേർന്നിരുന്നെങ്കിൽ പ്രണയമേ കാറ്റായി തഴുകുമോ നീ നല്ല അറിയില്ല ലിറിക്സ് എല്ലാവർക്കും നല്ല ആൾക്കാരാണ് നമ്മളെ ഇത് കാണുന്നവർക്ക് അറിയുണ്ടാവും പാട്ട്. നിങ്ങളെ പെർഫ്യൂം ബ്രാൻഡിന്റെ നെയിം എന്താ? വെയിറ്റിംഗ് ആണ്. ഞാനായിരിക്കും ഫസ്റ്റ് ഓർഡർ ഇൻഷാല്ലാ. എന്നാൽ വേഗം പോയി ഓർഡർ ചെയ്തോളിട്ടോ. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് മുന്നേ വന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബ്രാൻഡിന്റെ പേര് ബ്ലെയർ എന്നാണ്, ബ്ലെയർ ഫ്രാഗ്രൻസ് എന്നാണ്. 2500 വെച്ചിട്ട് 4 പേർക്ക് അങ്ങനെ ടോട്ടൽ 10,000 റുപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക. 499 നമ്മളെ ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. നമ്മളിത് ഒരു ഗിവ് അവേ ആക്കിയിട്ട് കൊടുക്കണം എന്നായിരുന്നു ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ ഓർത്തത് നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ള കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പോൾ പിന്നെ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നമുക്ക് അങ്ങനെ ഗിവ് അവേ പോലെ സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് ഞാൻ ഈ താഴെ കൊടുത്ത നമ്പറിൽ പോയിട്ട് നിങ്ങളെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇത്രയും ആൺകുട്ടികളിൽ ഒരു പെൺകുട്ടി, അതിനെക്കുറിച്ച് അവൾക്ക് എന്താണ് പറയാനുള്ളത്? എപ്പോഴെങ്കിലും ആ കൂട്ടത്തിൽ തൻ്റെ പ്രായമുള്ള പെൺകുട്ടി വേണം തോന്നിയിട്ടുണ്ടോ? പറയും. എൻ്റെ പ്രായത്തിൽ ഓൾറെഡി ഒരാളുണ്ട്, എൻ്റെ മൂത്ത മാമൻ്റെ മോള്. അവര് ഉദ്ദേശിച്ചത് വീഡിയോന്റെ ഇടയിലുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഇവരെ സറൗണ്ടിങ്സിൽ നമ്മളൊന്ന് വന്ന ഒരാളായത് കൊണ്ടാവാം ഇവർ പോണടുത്തൊക്കെ കൊണ്ടുപോകും, ഇവർ ചെയ്യണതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ആണ്ട് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ തോന്നിയിട്ടില്ല, ഒരു തോന്നിപ്പിച്ചിട്ടില്ല. അത് ഓരോരു ക്വാളിറ്റിയാണ്. അതെ 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 അതെ. ഓക്കെ, കഴിഞ്ഞു. ഇതിലിപ്പം ഫസ്റ്റത്തെ ഒരു ഡ്രീം ഫാസിൽ കമ്മിറ്റഡ് ആണോ ഫജർ കമ്മിറ്റഡ് ആണോ, മോളിന് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിഞ്ഞാൽ ഫാസിൽക്കയുടെയും ഫജിറിന്റെയും റിയാക്ഷൻ എന്താകും? ഞാൻ എന്തായാലും ഒബ്വിയസ്ലി സപ്പോർട്ട് ചെയ്യൂല. അത് അങ്ങനെയാണ്. സപ്പോർട്ട് ചെയ്യണ്ടേ? അല്ലോ എനിക്കില്ല കേട്ടോ. അത് സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാ അറിയോ? ആണുങ്ങളെ സ്വഭാവം നന്നായിട്ട് അറിയണം. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. ജോ പറയും, ഇജ്ജ് എന്തായിരിക്കും പറയാ? ഓളിപ്പോ പറയാണ് എനിക്കൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും എന്റെ? മാഷാ അല്ലാഹ്, വളരെ നല്ല കാര്യം എന്നൊക്കെ, നല്ലൊരു കാര്യമാണെങ്കിൽ നമുക്ക് നടത്താന്നൊക്കെ. എടാ കല്യാണക്കാരല്ല ഉദ്ദേശിച്ചത്, കല്യാണം ഉറപ്പിച്ചുള്ള കാര്യമല്ല പറഞ്ഞത്. നമ്മളിപ്പോ പറയാണ് എനിക്കൊരാളെ ഇപ്പൊ ഒരാളെ ഇഷ്ടത്തിലാണ് ഇന്നിപ്പോ എന്നോട് പറഞ്ഞു. അപ്പൊ എന്തായിരിക്കും എന്റെ റിയാക്ഷൻ? അതാ ഞാൻ പറഞ്ഞത്, എന്റെ പാട്ടിന് പോയിക്കോ, ഇന്റെ മേത്തേക്ക് വരുത്, ഞാൻ എന്റെ വൈക്ക് പോയിക്കോളാം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട്, ഷിട്ടുമോൻ എത്ര ഇയർ ആയി നെയിം ഇട്ടോ? ഷിട്ടുമോൻ അവനങ്ങോട്ട് മടിയിലെടുത്തോ. ഇനിയിപ്പോ 2ാമത്തെ വയസ്സാവാൻ പോണ് നവംബറിലല്ലേ? ഗാന്ധി ജയന്തിന്റെ ഒക്ടോബർ. ഒരാള് അതായത് ഒരാള് ഗാന്ധി ജയന്തിന്റെ അന്നും ഒരാള് ശ്രീനാരായണ ഗുരു ജയന്തിന്റെ അന്നാണ് ജനിച്ചത്. ശ്രീനാരായണ ഗുരു സമാധിന്റെ അന്നാണ് ജനിച്ചിരിക്കുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ കാണിക്കാൻ, എല്ലാരും കൂടെ ഉള്ള ഫാമിലി പിക്ക് എന്ന് പറയുമ്പോ ഇതിൽ 2 ആൾക്കാർ മിസ്സിംഗ് ആണ്. മൂത്തായിട്ടുണ്ടായത് നമ്മള് ദുബായ് നിർത്ത പിക്കാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇതിപ്പോ എത്ര വർഷമായി? ഇതിലെല്ലാരും ഇല്ല, ഇതില് ഇവരപ്പില്ല. പിന്നെ അതുപോലെ മൂത്തേട്ടൻ്റെ വൈഫില്ല. ഇത് നമ്മള് ദുബായി പോയപ്പോഴത്തെ പിക്കായിരുന്നു. ഫാദിന്റെ അമ്മിന്റെ 2-3 വർഷം മുന്നത്തെ പോലാണ്ടത്. പല്ലൊക്കെ പുയ്ത്തിട്ട് ഫാദിനൊക്കെ പല്ല് പുയ്പ്പല്ലായിരുന്നു അന്ന്.
അന്നത്തെ മുടിന്റെ ഭയങ്കര രസമില്ലേ? എന്നിട്ടോ നല്ല കുണ്ടപ്പന്മാരുന്ന് രണ്ടാളും എന്റെ ചെറുപ്പത്തിൽ വിക്ക് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഇവനോട് ബൊക്ക പിടിച്ചിട്ട് ഉമ്മച്ചിന്റെ ആൽബത്തിൽ എന്റെ മടിയിൽ വേറെ ഇരിക്കുന്നുണ്ട്. പജു ഇത് നമ്മളെ ഫജു ആണ് എന്റെ മടിയിൽ ഇരിക്കണത്. ഇത് എത്രാം ക്ലാസ്സിലത്തെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇതൊരു ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴായിരിക്കും. ഒരുപാട് വർഷമായിട്ടോ. 7ലോ 6ലോ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. അതുപോലെ ഇത് മോളു. ഇത് ഞാൻ മുന്നേ ഇതിൽ കാണിച്ചിരുന്നു തോന്നുന്നുണ്ട്. മൂത്തേട്ടൻ്റെ മോള്, ഇത് മോളു, ഇത് ഞാൻ. ഈ സൈക്കിള് ഇതായിരുന്നു, ഇതിന്റെ സൈക്കിളായിരുന്നു കേട്ടോ. ഈ സൈക്കിള് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് കിട്ടിയ സൈക്കിളായിരുന്നു അന്ന്. കുറേ പിന്നാലെ, അതായത് കുറേ കാലം കഴിഞ്ഞിട്ട് സൈക്കിളിൽ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ സൈക്കിൾ കിട്ടിക്കണതാണ്. ഈ സൈക്കിൾ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ ബാക്കിൽ വേറൊരു സ്റ്റോറി ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണു. നമ്മളെ പെർഫ്യൂമിൻ്റെ സംഭവം പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രാഗ്രൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാലഞ്ച് വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.